ഗൾഫ് നാടുകളിൽ അധ്വാനിച്ചുണ്ടാക്കുന്ന നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ പണം ബാങ്ക് അക്കൗണ്ടുകളിൽ വെറുതെ കിടക്കുകയാണ് എങ്കിൽ പ്രവാസി മലയാളികൾ അടിയന്തരമായി അറിഞ്ഞിരിക്കേണ്ട സാമ്പത്തിക അവസരമാണ് ബാങ്ക് ഫിക്സഡ് ഡിപ്പോസിറ്റുകളിലെ ഉയർന്ന പലിശ നിരക്കുകൾ. നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിൽ ഇന്ത്യൻ ബാങ്കുകൾ പ്രവാസികൾക്കായി നൽകുന്ന NRE ഫിക്സഡ് ഡെപ്പോസിറ്റ്, FCNR ഡെപ്പോസിറ്റ് നിരക്കുകളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ഗൾഫിലുള്ള ഒരു പ്രവാസി എന്ന നിലയിൽ നിങ്ങളുടെ സമ്പാദ്യം സുരക്ഷിതമായി നിക്ഷേപിക്കാനും അതേസമയം പരമാവധി റിട്ടേൺ നേടാനും ഏതൊക്കെ ബാങ്കുകളാണ് ഏറ്റവും മികച്ച നിരക്കുകൾ നൽകുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യമായി NRE ഫിക്സഡ് ഡിപ്പോസിറ്റുകളെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം. ഗൾഫിൽ നിന്ന് സമ്പാദിക്കുന്ന വിദേശ നാണ്യം ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റി ഇന്ത്യയിലെ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന രീതിയാണ് NRE ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നാൽ NRE FDയിൽ നിന്ന് ലഭിക്കുന്ന പലിശ വരുമാനത്തിന് ഇന്ത്യയിൽ ₹1 പോലും ആദായ നികുതി അഥവാ ഇൻകം ടാക്സ് നൽകേണ്ടതില്ല. പൂർണ്ണമായും ടാക്സ് ഫ്രീ ആയിട്ടുള്ള നിക്ഷേപ മാർഗമാണിത്. കൂടാതെ ഇതിലെ മുതലും പലിശയും പൂർണ്ണമായും തിരികെ ഗൾഫിലേക്ക് കൊണ്ടുപോകാനും അഥവാ റീപാട്രിയേറ്റ് ചെയ്യാനും സാധിക്കും. ഇന്ന് ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് പ്രമുഖ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 1 വർഷം മുതൽ 3 വർഷം വരെയുള്ള NRE ഡിപ്പോസിറ്റുകൾക്ക് 6.80% മുതൽ 7.10% വരെ പലിശ നിരക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. രാജ്യത്തെ മുൻനിര സ്വകാര്യ ബാങ്കുകളായ HDFC ബാങ്കും ICICI ബാങ്കും 5 വർഷം വരെയുള്ള കാലയളവിലേക്ക് 6.60% മുതൽ 7.20% വരെ ഉയർന്ന പലിശ നിരക്കാണ് നൽകുന്നത്. അതുപോലെ തന്നെ കൊടക് മഹീന്ദ്ര ബാങ്ക്, ആക്സിസ് ബാങ്ക് എന്നിവ 7.10% മുതൽ 7.25% വരെ ആകർഷകമായ റിട്ടേൺ വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മലയാളി പ്രവാസികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഫെഡറൽ ബാങ്കിൽ 1 വർഷം മുതൽ 3 വർഷം വരെയുള്ള NRE നിക്ഷേപങ്ങൾക്ക് 7.05% മുതൽ 7.50% വരെ പലിശ നേടാൻ സാധിക്കുമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ NRE ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നിക്ഷേപിക്കുമ്പോൾ പ്രവാസികൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് കറൻസി റിസ്ക് അഥവാ ഫോറക്സ് റിസ്ക് ആണ്. നിങ്ങൾ ഗൾഫ് ദിർഹമോ റിയാലോ ദിനാറോ ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റി നിക്ഷേപിക്കുമ്പോൾ നിക്ഷേപ കാലാവധി കഴിയുമ്പോൾ രൂപയുടെ മൂല്യം ഗണ്യമായി ഇടിയുകയാണെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ വിദേശ നാണയ റിട്ടേണിൽ ചെറിയ വ്യത്യാസം വന്നേക്കാം. ഈ ഒരു കറൻസി റിസ്ക് പൂർണ്ണമായി ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്കായുള്ള മികച്ച ബദൽ മാർഗമാണ് FCNR അഥവാ ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് ഡെപ്പോസിറ്റുകൾ. FCNR അക്കൗണ്ടിന്റെ ഏറ്റവും വലിയ നേട്ടം നിങ്ങളുടെ പണം ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റേണ്ടതില്ല എന്നതാണ്. US ഡോളർ, യൂറോ, ബ്രിട്ടീഷ് പൗണ്ട് തുടങ്ങിയ വിദേശ നാണയങ്ങളിൽ തന്നെ പണം നേരിട്ട് നിക്ഷേപിക്കാം. കാലാവധി പൂർത്തിയാകുമ്പോൾ നിക്ഷേപിച്ച അതേ വിദേശ നാണയത്തിൽ തന്നെ പലിശയും മുതലും തിരികെ ലഭിക്കും. അതിനാൽ രൂപയുടെ മൂല്യത്തകർച്ച നിങ്ങളുടെ നിക്ഷേപത്തെ ബാധിക്കില്ല. നിലവിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രത്യേക നയങ്ങൾ കാരണം ഇന്ത്യൻ ബാങ്കുകൾ US ഡോളർ FCNR നിക്ഷേപങ്ങൾക്ക് മുൻപെങ്ങുമില്ലാത്ത വിധം ഉയർന്ന പലിശയാണ് നൽകുന്നത്. ഡോളർ ഡെപ്പോസിറ്റുകൾക്ക് HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ എന്നിവ 3 വർഷം മുതൽ 5 വർഷം വരെയുള്ള കാലയളവിലേക്ക് വർഷത്തിൽ 6.00% വരെ പലിശ നൽകുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ സാധാരണ ബാങ്ക് ഡെപ്പോസിറ്റ് നിരക്കുകളേക്കാൾ വളരെ ഉയർന്ന റിട്ടേൺ ആണിത്. സ്യൂട്ടബിൾ ആയ സ്മോൾ ഫിനാൻസ് ബാങ്കുകളും ചില ഷെഡ്യൂൾഡ് ബാങ്കുകളും 6.50% മുതൽ 7.10% വരെയും FCNR ഡെപ്പോസിറ്റുകൾക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് അനുയോജ്യമായ ഡെപ്പോസിറ്റ് രീതി എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അടുത്ത 1 വർഷം മുതൽ 3 വർഷത്തിനുള്ളിൽ നാട്ടിൽ സ്ഥലം വാങ്ങാനോ വീട് പണിയാനോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കായി ഇന്ത്യൻ രൂപയിൽ പണം ആവശ്യമുണ്ട് എങ്കിൽ NRE ഫിക്സഡ് ഡെപ്പോസിറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യം. ടാക്സ് ഫ്രീ ആയി 7% മുകളിൽ പലിശ ഇതിലൂടെ നേടാം. എന്നാൽ നിങ്ങളുടെ സമ്പാദ്യം വിദേശ നാണയത്തിൽ തന്നെ സുരക്ഷിതമായി നിലനിർത്താനും ഭാവിയിൽ മക്കളുടെ വിദേശ പഠനം അല്ലെങ്കിൽ വിദേശത്തെ മറ്റ് ആവശ്യങ്ങൾ എന്നിവയ്ക്കായി മാറ്റിവെക്കാനും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ FCNR ഡെപ്പോസിറ്റ് തിരഞ്ഞെടുക്കുന്നതാണ് കൂടുതൽ ബുദ്ധിപരമായിട്ടുള്ള തീരുമാനം. നിക്ഷേപം ആരംഭിക്കുന്നതിന് മുൻപായി ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിലൂടെ പറയാം. ഒന്നാമതായി, ബാങ്കുകൾ നൽകുന്ന പലിശ നിരക്കുകൾ പല കാലാവധികൾക്കും വ്യത്യസ്തമായിരിക്കും. അതിനാൽ ഏറ്റവും ഉയർന്ന പലിശ ലഭിക്കുന്ന കൃത്യമായ ദിവസങ്ങളിലെ പാക്കേജ് അഥവാ മെച്യൂരിറ്റി പീരീഡ് പരിശോധിച്ച് വേണം ബാങ്ക് FD ലോക്ക് ചെയ്യാൻ. രണ്ടാമതായി, കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് പണം പിൻവലിച്ചാൽ ചെറിയ പിഴവോ പലിശയിൽ കുറവോ വരാൻ സാധ്യതയുണ്ട്. മൂന്നാമതായി, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന പ്രവാസികൾ തങ്ങളുടെ NRE FCNR അക്കൗണ്ട് വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താനും ശ്രദ്ധിക്കണം. നിങ്ങളുടെ പണം വെറുതെ ഇടാതെ കൃത്യമായി പ്ലാനിങ്ങോടെ നിക്ഷേപിച്ച് അത് വളർത്തിയെടുക്കുക. പുതിയ സാമ്പത്തിക വിവരങ്ങൾക്കും പ്രവാസി വെൽത്ത് സ്ട്രാറ്റജികൾക്കുമായി ET മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.
Thank you.